എൻ്റെ പേര് ജെസ്സി. ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ബേലൂർ എന്ന സ്ഥലത്ത് സെൻറ്റ് സേവിയേഴ്സ് ഇടവകാംഗമാണ്. ഞാൻ 14/2/24 ആദ്യമായി ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തു 2 മാസം ഞാൻ ഉടമ്പടിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും പാലിച്ചുകൊണ്ടാണ് പോയിരുന്നത്. ആ സമയത്ത് ഞങ്ങൾക്കൊരു കുഴൽക്കിണർ അടിക്കേണ്ട ആവശ്യം വന്നു. എന്നാൽ അതിനു മുമ്പ് ആ കാര്യത്തിന് ശ്രമിച്ചിട്ട് അന്ന് നടന്നില്ല. കാരണം വാട്ടർ അതോറിറ്റി എൻജിനീയർ തന്നെ വന്ന് ആ പ്രദേശം മുഴുവൻ പരിശോധിച്ചിട്ട് ഇവിടെ അടിവെള്ളം കുറവാണ്, അതുകൊണ്ട് കുഴൽക്കിണർ അടിക്കണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ ശ്രമത്തിൽ നിന്ന് പിന്തിരിഞ്ഞതാണ്. ഉടമ്പടി എടുത്ത് ചെന്നപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ വേണമെങ്കിൽ ഒരു കുഴൽക്കിണർ അടിക്കാം, മാതാവും യേശുവും എൻ്റെ കൂടെയാണല്ലോ ഉണ്ടല്ലോ എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിൽ വന്നു. അങ്ങനെ ഒരു ദിവസം തീരുമാനിച്ചു. അതിൻ്റെ തലേ ദിവസം ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. കാരണം യേശുവും മാതാവും എൻ്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പറമ്പിൽ ഒരു ഏക്കറുള്ള സ്ഥലമാണ്, അതിൽ കൃഷി ചെയ്യാനായിട്ട് എൻ്റെ കൂടെ ആ സ്ഥലത്തേക്ക് യേശു അമ്മയും വരണം എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർത്തു. ഞാൻ പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ 17-ാം അധ്യായത്തിൽ മോശ ഇസ്രായേൽ ജനതയെ നയിക്കുന്ന സമയത്ത് വെള്ളം കിട്ടാതെ അവർ ഇത്തിരി ബഹളം വെച്ചു, മോശയോട് വഴക്കായി. മോശ കർത്താവിനോട് അപേക്ഷിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞത്, ഞാൻ ഹോറേബ് മലയിൽ നിൽക്കും, നീ മോശയോട് നദിയിലടിക്കാൻ ഉപയോഗിച്ച വടിയും കൊണ്ടുവന്ന് നീ മലയിൽ പാറമേൽ 2 പ്രാവശ്യം അടിക്കുക. 2 പ്രാവശ്യം അടിച്ചു മല. അതുപോലെ തന്നെ മോശ പ്രവർത്തിച്ചു. 2 തവണ ആ വടി കൊണ്ടടിച്ചപ്പോൾ വെള്ളം പാറ പൊട്ടി വെള്ളം കുതിച്ചൊഴുകി എന്നാണ് വചനത്തിൽ പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, യേശുവും അമ്മയും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഇതേ വെള്ളം കിട്ടാത്ത സ്ഥലമാണ്, ഇതേ പറമ്പിലെത്തിയാൽ എൻ്റെ കുഴൽക്കിണറിൻ്റെ പാറയിൽ യേശുവും മാതാവും കൂടി അടിച്ചാൽ എനിക്കും വെള്ളം കിട്ടില്ലേ എന്ന് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു, കരഞ്ഞു പ്രാർത്ഥിച്ചു. പിന്നത്തെ ദിവസം പറമ്പിലേക്ക് പോയി. അവിടെ കിണർ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇരുന്നു. അന്ന് ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ധ്യാനം കേൾക്കാം മൊബൈലിൽ. കയ്യിൽ ഉപ്പും കൊണ്ടുപോയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് മുട്ടമ്മയിൽ നിന്ന് പ്രാർത്ഥിച്ച് കുളൻ്റെ അടുത്തേക്ക് നോക്കിയപ്പോൾ കുറേശ്ശെ വെള്ളം ഇങ്ങനെ കയറി ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ ഉടനെ ഈ ഉപ്പെടുത്ത് ഓടി ചെന്നു. ഉപ്പെടുത്ത് ഞാൻ കുഴലിലേക്ക് ഇടട്ടേന്ന് ചോദിച്ചു പണിക്കാരോട്. അപ്പോൾ അവർ പറഞ്ഞു ആ കുഴലിലേക്ക് എന്നെ ഇട്ടോളാൻ. ഞാൻ ആ ഉപ്പ് കുഴലിൽ ഇട്ടതും ഉടനെ ഒരു ഭയങ്കര ശബ്ദം കേട്ടു. ആ 2-3 പിള്ളേരാണ്, അവർ ഞെട്ടി, ഞാനും ഞെട്ടി. അത് കഴിഞ്ഞ് ആ ശബ്ദത്തോട് കൂടിയിട്ട് ഒരു ഫൗണ്ടൻ പ്രവർത്തിക്കുന്ന പോലെ ചുറ്റും വെള്ളം അങ്ങോട്ട് ഉയരത്തിൽ, ഒരു പൈപ്പെന്ന് പറഞ്ഞ പോലെയല്ല, ഒരു നല്ല വലിയ ഫൗണ്ടൻ വർക്ക് ചെയ്യണ പോലെ വെള്ളം അങ്ങോട്ട് ഇഷ്ടപ്രകാരം വെള്ളം മുകളിലേക്ക് വന്ന് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ശാന്തമായി വെള്ളം ഇഷ്ടപ്രകാരം ഒഴുകി. അങ്ങനെ ഒരിക്കലും ആ പ്രദേശത്ത് ഒട്ടും വെള്ളമില്ലാത്ത സ്ഥലം. അവിടെ 400 അടി അടിച്ചിട്ടും കുടിക്കാൻ മാത്രമേ അവിടെ വെള്ളമുള്ളൂ. ഞങ്ങൾക്ക് 220 അടിയിൽ ദാഹം തീർത്ത്, അതായത് 8 മണിക്കൂർ കിണറിൽ മോട്ടർ അടിച്ചാലും വറ്റാത്ത രീതിയിലുള്ള വെള്ളം നന്നായി കൃഷിക്ക് കിട്ടുന്നുണ്ട്. അതാണ് എനിക്ക് കിട്ടിയ ആദ്യത്തെ അനുഗ്രഹം. രണ്ടാമത്തെ ഒരു അനുഗ്രഹം, ഞാൻ രണ്ടാമത്തെ ഉടമ്പടി 3 മാസം കഴിഞ്ഞ് വന്ന് പുതുക്കി പോയതിന് ശേഷം ആദ്യത്തേൽ ഞാൻ വയ്ക്കാത്തൊരു കാര്യമായിരുന്നു ഈ കിണറിൻ്റെ കാര്യം. ഞാൻ ഉടമ്പടിയിൽ വെച്ചതല്ല. ഉടമ്പടിയിൽ വെച്ച ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എൻ്റെ ഇടയിൽ എനിക്ക് നടന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് 40 വർഷമായിട്ട് ഞാൻ ബ്രോങ്കറ്റിക്കൽ ആസ്തമയാണ്. അപ്പോൾ ഒരു കാരണവശാലും ഇത് മരണം വരെ മാറില്ല എന്ന് എന്നോട് ഒത്തിരി ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. ഞാനത് കാരണം ഒരു സ്ഥലത്ത് പോയാലും ഇതിന് പ്രാർത്ഥിക്കാറില്ല. ഇവിടെ വന്ന് പോയപ്പോൾ എനിക്ക് തോന്നി, അച്ഛൻ പറഞ്ഞു, ജോസഫ് അച്ഛൻ പറഞ്ഞു, ഒരിക്കലും നടക്കില്ല എന്ന് പറയുന്ന കാര്യം നിങ്ങൾ ഉടമ്പടിയിൽ എഴുതാന്. ആ നിർദ്ദേശം അനുസരിച്ച് 2ാമത്തെ തവണ ഉടമ്പടി പുതുക്കി പോകുമ്പോൾ ഉടമ്പടിയിൽ ഞാൻ ഈ ആസ്തമ മാറ്റിത്തരണേന്ന് നിയോഗം വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാനിനി ഇൻഹേലിയർ ഉപയോഗിക്കില്ല.
2 നേരവും ഇൻഹേലർ ഉപയോഗിക്കണം. അതാണ് അതിൻ്റെ മരുന്ന്. മരണം വരെ അത് ഉപയോഗിക്കണം. അപ്പം ഞാൻ ഇനി ഇൻഹേലർ ഉപയോഗിക്കില്ല. അതിന് പകരം ഞാൻ അമ്മയുടെ ഉപ്പും തേനും കൂടി ചേർത്ത് എൻ്റെ നാവിൽ ചേർത്ത് കഴിച്ചോളാം. പക്ഷെ അമ്മ എൻ്റെ ശ്വാസകോശത്തിന് യാതൊരു ചുരുക്കവും കൂടാതെ ഒരു കോട്ടം തട്ടാത്ത രൂപത്തിൽ അമ്മ സംരക്ഷിക്കണം. ഞാനങ്ങനെ മരുന്ന് ഇൻഹേലർ മാറ്റി വെച്ചു. 15 ദിവസം കഴിഞ്ഞു. ഒരു സംശയം പോലും ഇല്ല. ഒരു 2 ദിവസത്തിൽ കൂടുതൽ ഇൻഹേലർ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു എൻ്റെ. എനിക്ക് ഒരു അസുഖമോ ഒരു ചുമയോ ഒരു കഫക്കെട്ടോ അങ്ങനെ ആസ്തമയുടെ ഒരു ലക്ഷണവും കാണുന്നില്ല. ഞാനത് 1 മാസം തുടർന്നു. ഇപ്പോൾ 11 മാസത്തോളമായി എനിക്ക് ഒരു ആസ്തമയുടെ ഒരു ലക്ഷണവുമില്ല. ഞാൻ ഇഷ്ടപ്രകാരം വെയിലും മഞ്ഞും ഒക്കെ കൊള്ളുന്നുണ്ട്. എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ പിന്നെ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ചെറുതായ കാരണം ഞാനിപ്പോൾ ഇവിടെ പറയണില്ല. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ, ഞാൻ ആദ്യത്തെ 3 മാസം മെഡിക്കൽ കോളേജിൽ പോവുകയും സാമ്പത്തികമായി സഹായിക്കുകയും അനാഥശാലകളിൽ പോവുകയും ഒക്കെ ചെയ്തു. പിന്നെ 2ാമത്തെ പ്രാവശ്യമായപ്പോഴേക്കും എനിക്കൊരു അസുഖം വന്നതിനാൽ എനിക്ക് പുറത്തേക്ക് പോകാൻ പറ്റാതെയായി. പിന്നെ ഞാൻ കൂടുതൽ ചെയ്തത് ഇവിടുന്ന് കൊണ്ടുപോകണ കൃപാസന പത്രം ഞാൻ എല്ലാ വീടുകളിലും നടന്നു കൊടുക്കും. ഞാൻ വന്നില്ലെങ്കിലും വണ്ടിക്കാരോട് പറഞ്ഞ് ഞാനും പത്രക്കെട്ട് വാങ്ങിച്ച് അതും ഞാൻ വീടുകളിൽ കൊണ്ടുകൊടുത്ത് പ്രാർത്ഥിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുന്ന, മരുന്ന് വാങ്ങിക്കാൻ കാശില്ലാതെ, അതുപോലെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോരാൻ സാമ്പത്തികമായിട്ട് ഇല്ല എന്ന് കുറച്ചൊക്കെ അറിയുന്ന ആ പ്രദേശത്തുള്ള ആൾക്കാരോടും അറിയുന്ന ആൾക്കാരുടെയൊക്കെ നമ്പർ, ഞാൻ ഫോൺ നമ്പർ വാങ്ങിച്ച് ഞാൻ അവർക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ എനിക്ക് ഏറ്റവും അധികം യാത്ര ചെയ്യാനൊന്നും പറ്റാത്തൊരാളായ കാരണം ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പറ്റുന്നത് ഞാൻ അവരുടെ മരുന്നിനുള്ള കാശും ഹോസ്പിറ്റലിലെ ആവശ്യങ്ങൾ പറഞ്ഞ കാശുകൾ കുറച്ച് ഞാൻ ഒത്തിരി പേർക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇത്രയധികം അനുഗ്രഹങ്ങൾ എനിക്കിതൊക്കെ വലിയ അനുഗ്രഹങ്ങളാണ് തന്ന മാതാവിനും യേശുവിനും ഒരുപാട് നന്ദി. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 22-ാം തിരുവചനം. അവിടെ നിന്ന് മാറി അകലെ അവർ വേറൊരു കിണർ കുഴിച്ചു. അതിൻ്റെ പേരിൽ വഴക്കുണ്ടായില്ല. അവൻ അതിനെ റഹോബോത്ത് എന്ന് പേരിട്ടു. കാരണം അവൻ പറഞ്ഞു, കർത്താവ് ഞങ്ങൾക്കിടം തന്നിരിക്കുന്നു, ഭൂമിയിൽ ഞങ്ങൾ സമൃദ്ധിയുള്ളവരാകും. ഇസഹാക്ക് കിണർ കുഴിക്കുമ്പോൾ ഒരുപാട് തവണ അദ്ദേഹം പരിശ്രമിച്ച് പരാജയപ്പെട്ട ഒരു പ്രവൃത്തിയാണ് കിണർ കുഴിക്കുക എന്നുള്ളത്. അവസാനം റഹോബാത്തിൽ വന്നപ്പോഴാണ് ഇസഹാക്ക് വളരെ ദൈവാനുഗ്രഹത്തോടു കൂടിയൊരു കിണർ കുഴിച്ചപ്പോൾ അതിൽ ധാരാളം വെള്ളമുണ്ടായി. അല്ലെങ്കിൽ കിണർ കുഴിക്കുന്ന സമയങ്ങളിലെല്ലാം അവർ വീട്ടുകാർ തമ്മിലും ജോലിക്കാർ തമ്മിലുമെല്ലാം വളരെ വഴക്കുണ്ടാകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ദൈവാനുഗ്രഹത്തോടെ നാം എന്തെല്ലാം തുടങ്ങുന്നുവോ അവിടെയെല്ലാം നമുക്ക് വലിയ കൃപകൾ ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ജെസ്സി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച് വളരെ ആത്മവിശ്വാസത്തോടെയും ഈശോയോടുള്ള വിശ്വസ്തയോടെയും പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ മധ്യസ്ഥതയോടും കൂടിയാണ് 400 അടി വെള്ളം കുഴൽ കിണർ കുഴിക്കുമ്പോൾ അവിടെ വെള്ളം കിട്ടില്ല എന്നുള്ള വിധി എഴുതിയിട്ടുള്ളൊരു പ്രദേശമായിട്ട് പോലും വിശുദ്ധ വസ്തുക്കളുടെ ഉപയോഗത്താൽ ഇവിടെ വെള്ളം ഉണ്ടാകുമെന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടി അവിടെ വിശുദ്ധ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് 200 അടി താഴുമ്പോഴത്തേനും അവർക്ക് ധാരാളം വെള്ളം നൽകി. മണിക്കൂറുകളോളം അവർക്ക് ടാങ്കിലേക്ക് വെള്ളമടിക്കാനുള്ള വലിയ കൃപയാണ് നൽകിയിരിക്കുന്നത്. പരിശുദ്ധ അമ്മയോട് നാം പ്രാർത്ഥിക്കുന്നത് ഒരു കാരണത്താൽ മാത്രമാണ്. പരിശുദ്ധ അമ്മ ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കുക എന്ന് ജോസഫ് അച്ഛനോട് പറഞ്ഞപ്പോൾ ദുരന്തം പലതരത്തിലാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിലുള്ള ദുരന്തങ്ങൾ, നമ്മുടെ കുടുംബജീവിതത്തിലുള്ള ദുരന്തങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങളിലൂടെയുള്ള ദുരന്തങ്ങൾ, ഇതെല്ലാം ആണെങ്കിലും പരിശുദ്ധ അമ്മ നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യാം, നമ്മെ സംരക്ഷിക്കാം എന്നൊരു വലിയ വാഗ്ദാനമാണ്. അതുകൊണ്ടാണ് നാം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഭൗമ സംരക്ഷണത്തിനായി നാം ഭൂമിയെ തന്നെ മുഴുവനായി പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. പരിശുദ്ധ അമ്മ മുഴുവനായി ഭൂമിയെ ഏറ്റെടുത്തുകൊണ്ട് നമ്മളെല്ലാം സംരക്ഷിക്കാൻ വേണ്ടി ഈശോയോട് വളരെയധികം പ്രാർത്ഥിച്ച് സംരക്ഷണം നൽകാനുള്ള ഒരു വലിയ കടമ കൂടി അമ്മ നമുക്ക് വേണ്ടി ഏറ്റെടുത്തിരിക്കുകയാണ്.
നമ്മുടെ ഏതെല്ലാം ജീവിതാവസ്ഥകളാണ്. ജെസ്സി പറയുകയുണ്ടായി, അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഒട്ടും തന്നെ സംഭവിക്കുകയില്ല എന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഉടമ്പടിയിൽ നിയോഗങ്ങളായി എഴുതേണ്ടത്. കാരണം ഖാനായിലെ വിവാഹ വിരുന്നിൽ വീഞ്ഞു തീർന്നപ്പോൾ അമ്മയ്ക്കാണ് അതിനുള്ള ഒരു അധികാരം ലഭിച്ചത്. മകനെ അവർക്ക് വീഞ്ഞില്ല. അമ്മ പറഞ്ഞ ഒന്ന് മാത്രമാണ്, അവൻ പറയുന്നത് പോലെ ചെയ്യുക. അവൻ പോലെ ചെയ്തപ്പോഴാണ് സേവകർ ഒരു അത്ഭുതം കണ്ട് അതിശയപ്പെട്ടു പോയത്. വീഞ്ഞായി തീർന്ന ആ വെള്ളം അവർ വളരെ അത്ഭുതത്തോടെ നോക്കി നിന്ന് സുവിശേഷങ്ങളിൽ നാം വായിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ ജീവിതാവസ്ഥകളിലും എല്ലാ അയോഗ്യതകളിലും കൃപകൾ നിറയുമ്പോഴാണ് നമുക്ക് ആ ജീവിതത്തിൻ്റെ മാധുര്യം അനുഭവിക്കാൻ സാധിക്കുന്നത്. ജെസ്സിയുടെ ജീവിതത്തിൽ മറ്റൊന്നുമല്ല, ജീവിതത്തിലെ ആ ജീവൻ്റെ ജലം ഈശോയിൽ നിന്ന് എപ്പോഴും ദാഹം തീർത്ത് കുടിക്കുവാനുള്ള വലിയ കൃപയാണ് ഈ ആത്മീയമായി അവർക്ക് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഉടമ്പടി എടുത്തപ്പോൾ ഒരു നിയോഗമായിരുന്നു. 40 വർഷമായി ഒരു രോഗാവസ്ഥയെ വിധി എഴുതിയതാണ്. ഈ രോഗം ഇനി ആസ്മ എന്ന രോഗം നിങ്ങൾക്ക് ഒരിക്കലും മാറുകയില്ല, ഇതോടുകൂടി ജീവിതാവസാനം വരെ തുടർന്നു കൊണ്ടുപോകണമെന്നുള്ള ഒരു വിധിയെഴുത്തായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് ഇവിടുത്തെ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ വളരെ പെട്ടെന്നാണ് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഒരു വലിയ സൗഖ്യം നൽകി ജീവിതഭാരം കുറച്ചുകൊണ്ട് ജീവിതഭാരം ഇല്ലാതാക്കി തീർത്ത ഒരു വലിയ സാക്ഷ്യമാണിത്. 40 വർഷം എന്ന് പറഞ്ഞാൽ ഒരു ജീവിതത്തിൻ്റെ പകുതി ആയുസോളം ജീവിച്ചത് ഒരു ആസ്മ രോഗത്തിലാണ്. ഞൊടിയുടയ്ക്കുള്ളിൽ പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയിൽ നിന്ന് ആ സൗഖ്യം പ്രാപിച്ചു കൊടുക്കാനായി സാധിച്ചു. ഇന്ന് ജെസ്സി ജീവിക്കുന്നത് ഈശോയുടെ അതിനുമുള്ള സ്നേഹത്തിലും ആശ്വാസത്തിലും കൃപയിലുമാണ്. ഒരു അഭിഷേകമാണ് നാം ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. പലരും ചോദിക്കുക, എന്താണ് ഉടമ്പടി? അവൻ പറയുന്നത് പോലെ ചെയ്യുക. അതുമാത്രമാണ് നമുക്ക് ഉടമ്പടി എന്താണെന്ന് ചോദിക്കുമ്പോഴുള്ള ആ ഒരു വലിയ ഉത്തരം. ഉടമ്പടിയിൽ നാം ജീവിക്കുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യുമ്പോൾ. അവൻ എന്താണ് പറഞ്ഞത്? നമുക്കെല്ലാവർക്കും അറിയാം, സുവിശേഷത്തിൽ ജീവിക്കുക, വിശ്വസിക്കുക, സുവിശേഷം കൈമാറുക. നമ്മൾ ഓരോരുത്തരും ഉടമ്പടിയിൽ ചെയ്യുന്നത് അത് തന്നെയാണ്. നമുക്ക് അത് കിട്ടി, ഇത് കിട്ടി, അല്ലെങ്കിൽ നമുക്ക് അനുഗ്രഹം ലഭിച്ചു, അതിനേക്കാൾ ഉപരി നമ്മുടെ അഭിഷേകം ഈശോയെ കൈമാറാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നമുക്ക് എപ്പോഴും ഈശോയെ കൊടുത്തുകൊണ്ടിരിക്കാം, ഈശോയെ സ്നേഹിച്ചുകൊണ്ടിരിക്കാം. ജെസ്സിക്കും കുടുംബത്തിനും ലഭിച്ച വലിയ അനുഗ്രഹങ്ങൾക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.